അജ്മീർ ഖാജാ തങ്ങൾ ആണ്ടിന്റെ മാസമാണല്ലോ. ഖാജാ തങ്ങൾ എത്ര വർഷക്കാലം ജീവിച്ചു എന്നറിയുമോ? ഖാജാ തങ്ങൾ എത്ര വർഷക്കാലം ജീവിച്ചു എന്ന് പറയും നോക്കുക. നിങ്ങൾക്കറിയോ? അജ്മീർ ഖാജാ തങ്ങളെ ചരിത്രം പറയുന്നു. 102 വയസ്സ് വരെ അജ്മീർ ഖാജാ തങ്ങൾ ജീവിച്ചു. അള്ളാഹു ഓരോ ബറക്കത്തുണ്ട് ഞങ്ങൾക്കൊക്കെ നല്ല ആയുസ് ആരോഗ്യത്തോടെ നീട്ടിത്തരട്ടെ. അങ്ങനെയാണ്, ആയുസ് ആരോഗ്യത്തോടെ കിട്ടണം. അള്ളാഹു അതിന്റെ തൗഫീഖ് കേട്ടു. 102 വർഷക്കാലം ജീവിച്ചു സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുകൾ ദീന് പ്രചരിപ്പിച്ച്. അപ്പൊ ഖാജാ തങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ ആളുകൾ വിട്ടില്ല, സിഹറാക്കി. ഖാജാ തങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ അത് അവിടുത്തെ ആളുകൾക്ക് ദഹിച്ചില്ല, ജീർണിച്ചില്ല. ബെല്ല സിഹിറുകാരനെ കൊണ്ടുവന്നിട്ട് സിഹിറാക്കി. ആണോ സിഹിറോ? ഖാജാ തങ്ങളെ മുന്നില ആള് പെർഫെക്റ്റ് ഉണ്ടെങ്കിൽ ഒരു സിഹിറു ഏൽക്കണമെന്നില്ല. ഞാൻ എന്താന്നറിയാം, നിങ്ങളെ ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. എത്ര ആളാ വിളിച്ചു പറയുന്നത്, ഉസ്താദേ സിഹിറുണ്ട് സിഹിറുണ്ട് സിഹിറുണ്ട്, സിഹിറൊന്ന് ബാത്തിലാകാൻ ദ്വാരിക്കുന്നത്. സിഹിറുണ്ട് ഇല്ലാന്നല്ല, സിഹിറുണ്ട് ഇല്ലാന്നല്ല. തൊട്ടേന് പിടിച്ചതിനൊക്കെ സിഹിർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. വെറുതെ ഇഞ്ഞ തൊക്കിന്റെ അടി വേദന തുടങ്ങിയാൽ മതി, എന്തോ വേദന ആയതാണ്. അപ്പോഴേക്ക് ആരോ സിഹിറാക്കിനാരാവാ തൊക്കിന്റെ അടി വേദന ആവാനാ സിഹിറാക്കിനെ. അല്ല, ഉദാഹരണം പറയാം. ഇന്ന് പിന്നെ സിഹിറിന്റെ ലോകാണ്, ഞാൻ വെറുതെ പറയല്ല. ഒരുത്തനക്ക് തമ്മിലായില്ലേ, പക്കത്തിന്റെ കാലാട്ടായി, പക്കം ജാഗത്തിന്റെ കാലാട്ട. ആ എങ്കിൽ സിഹിർ, പിന്നെ സിഹിറായി കൊടുന്ന് ഭസ്മ ചൊരിച്ച്. ഓ എത്ര ആളുകളാണ്. ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഞാൻ തമിഴ്നാട്ട് സിയാറത്ത് കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് വരുമ്പോ ഞാനുള്ള കമ്പാർട്ട്മെന്റില് ഞങ്ങളെ നാട്ടിൻ പരിസരത്തുള്ളത്, അതായത് നമ്മളെ മംഗലാപുരം കാസർഗോഡ് ആ ഭാഗത്തുള്ള കുറെ പെണ്ണുങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഓരൊക്കെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒന്ന് ബാലിൽ പറയണം, ഞങ്ങക്ക് മടുത്തിന് സിഹിർ ഏറ്റ് 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 ഞങ്ങൾക്ക് ഇങ്ങനെ ഔലിയാക്കളെ പരിസരത്ത് പോയി ഇരിക്കേണ്ട അവസ്ഥ തന്നെ വന്നുപോയി. ഉസ്താദേ അതിന്റെ ഗൗരവം ഒന്ന് പറയണം. ഞാൻ ഈ ആണുങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ഇത് പറയാത്തതുകൊണ്ടാ മനുഷ്യന്മാർ ഓക്കെ ഞാൻ ഇപ്പൊ വാതിലെല്ലാം പറഞ്ഞിട്ട് എല്ലാം സിഹിറാക്കുന്നവനെല്ലാം നിർത്തുന്നാനാ? ഈമാനുള്ളവൻ നിർത്തും. ഈമാനുള്ളവൻ സിഹിറിന്റെ പിന്നിൽ പോകൂല. കാരണം മഹാന്മാരെന്താ പറഞ്ഞത്? ആരാരെ സിഹിറാക്കിയിട്ട് ആരാര് എവിടെങ്കിലും പോയി തുള്ളിക്കളിക്കുന്നത് കാണുമ്പോ നിനക്ക് കൊസിയാവും. എന്നാൽ നാളെ അതേ റബ്ബ് നിന്റെ മക്കളെ കൊണ്ട് തുള്ളിക്കളിപ്പിക്കും. അന്ന് നീ കണ്ണീരിറ്റിക്കും. ഇന്ന് നീ ആരാന്റെ കണ്ണുനീരിറ്റിച്ചതിന്റെ 10 മടങ്ങ് കണ്ണുനീര് നിന്റെ റബ്ബ് നിന്റെ മക്കളെ കൊണ്ട് ഇറ്റിക്കാതെ ഈ ദുനിയാവിൽ നിന്ന് റബ്ബ് നിന്നെ കൊണ്ടുപോകില്ല. ഒരു സംശയവുമില്ല. എന്താ വെറുതെ പറയല്ല. ഞാനിത് ഇങ്ങനെ ഒച്ച ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ബഹളം വെച്ചിട്ട് പരിസരം മാലിന്യാക്കിയിട്ട് ഒച്ച വെച്ചതല്ല. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. എന്തെങ്കിലും ഒരു ഗുലുമാലായെങ്കിൽ പിന്നെ ലാസ്റ്റ് വഴി അതേ ഉള്ളേ, ഓനെ എന്തെങ്കിലും ആക്കിയിട്ട് കിടത്തണം. എന്നിട്ട് ജ്യേഷ്ഠൻ അനുജന് സിഹിറാക്കുന്നേ, അനുജൻ ജ്യേഷ്ഠന് സിഹിറാക്കുന്നേ, ഭാര്യന്റെ പുറക്കാരും ഭാര്യ വീട്ടുകാരും മരുമോനക്ക് സിഹിറാക്കുന്നേ. എന്ത് പൊട്ടത്തരം! മരുമോനക്ക് സിഹിറാക്കിയാൽ അതിന്റെ പ്രശ്നം ആർക്ക്? മോൾക്കല്ലേ? ആ മോളെ ഭർത്താവല്ലേ മരുമോന്. നോക്കുമ്പോ മരുമോന് ഭാര്യ വീട്ടുകാർക്ക് സിഹിറാക്കുന്നേ, അളിയോ അളിയക്കൊക്കെ സിഹിറാക്കുന്നേ, അളിയങ്കോ അളിയാക്ക് സിഹിറാക്കുന്നേ, മൂത്ത മച്ചനന്റെ മക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും സിഹിറാക്കുന്നേ. മരിക്കണ്ടേ? ഇന്ന് നിങ്ങൾക്കറിയോ, ഇതെല്ലാം മരിപ്പിന്റെ ചിന്തയില്ലാത്തവനല്ലേ ഇതിന്റെ പിന്നിൽ പോകാൻ പറ്റുള്ളൂ. ആർക്ക് ധൈര്യമുണ്ട് ഇവിടുന്ന് തിരിച്ച് ജീവനോടെ വീട്ടിലെത്തുമെന്ന്? അങ്ങനല്ലേ ഇതിന്റെ അവസ്ഥ. എന്നാൽ ഈമാനുള്ള ജനങ്ങളെ അതിന്റെ പിന്നില് പോകണ്ട. ആരാനെ ബെടക്കാക്കിയിട്ട് ആരാനെ കിടത്തത്തിലാക്കിയിട്ട് നീ ഇവിടെ കുറെ കാലം ചിരിച്ച് കളിച്ച് രസിച്ച് സന്തോഷിക്കാൻ അല്ല നിനക്ക് ആയുസ് ബാക്കി തരുമെന്ന് എന്ത് ഉറപ്പാണ് നിനക്കുള്ളത്? ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അത്വാഉർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ-അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഓ യുവാക്കളെ,
പടച്ചറബ് തന്ന ആയുഷ് സംഘടനയിൽ ചേർന്നുകൊണ്ട് റബ്ബിന്റെ ദീനിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അല്ലാഹുവിന്റെ ദീനിനെ പ്രവർത്തിച്ച രംഗം ഇന്ന് ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് ഉലമാ സംഗമത്തിൽ വെച്ച് പറഞ്ഞപ്പോൾ അറിയാതെ മുന്നിലിരുന്ന് കേട്ട ഞങ്ങളെ ഖൽബ് നനഞ്ഞു, കണ്ണ് നനഞ്ഞു. ഓ യുവാക്കളെ, അള്ളാന്റെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്ക്, സംഘടനക്ക് വേണ്ടി പ്രവർത്തിക്ക്. ആയുസ് നല്ല ബറക്കത്തുള്ളതാക്കി എടുക്ക്, നല്ല മൂല്യമുള്ളതാക്കി എടുക്ക്, ഖബറിൽ ഉപകാരത്തിന് വരുന്നതാക്കിട്ടെടുക്ക്, പരലോകത്ത് ഉപകാരപ്രദമാക്കുന്ന വിധത്തിലെടുക്ക്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരുകളെ ചരിത്രമറിയില്ലേ? ഉസ്താദ് അവിടെ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോ പറയാണ്, അതേ ബുഖാരി ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഒരുപാടങ്ങ് പ്രവർത്തിച്ചു. ശത്രുക്കൾ വിട്ടില്ല, എങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്കി. പക്ഷേ കുറെ അങ്ങ് ക്ഷമിച്ചു. ഇപ്പത് വിശദമായി പറയാൻ നേരമില്ല, ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് സഹിച്ചു 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 ക്ഷമിച്ചു. ഇനി എന്ത് സഹിക്കാനാണ്, ഇനി എന്ത് ക്ഷമിക്കാനാണ്? ഒരിക്കലതാ രാത്രി സമയോ ശിഷ്യന്മാര് പറയാണ്, ഞങ്ങളെ ഉസ്താദ് ബുഖാരി ഇമാം രാത്രി ഇങ്ങനെ ദുആ ചെയ്യുന്നത് ഞങ്ങളങ്ങ് കേട്ടുപോയി. വഖദ് ഫറഗ മിൻ സ്വലാത്തിൽ ലൈലി, രാത്രി നിസ്കാരം കഴിഞ്ഞ് ഉസ്താദ് അവിടുന്ന് ഇങ്ങനെ ഒരൊറ്റ ദുആ. എന്താണ് ആ ദുആയിൽ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നഹു ഖദ് ളാഖത് അലയ്യൽ അർളു ബിമാ റഹബത്. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി ഞാൻ ഒരുപാട് പ്രവർത്തിച്ചു, ഒരുപാട് പ്രവർത്തിച്ചു. ഇനി ഒന്നും ബാക്കിയില്ല. നീ എനിക്ക് തന്ന അവസരം ഉപയോഗപ്പെടുത്തി. ഞാൻ എന്റെ യുവത്വം വെറുതെ നഷ്ടപ്പെടുത്തിയിട്ടില്ല, വെറുതെ പാഴാക്കിയിട്ടില്ല. ഫിത്ന പറയാൻ ചെലവഴിച്ചിട്ടില്ല, ഫസാദ് പറയാൻ ചെലവഴിച്ചിട്ടില്ല. നിന്റെ ദീനിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു. പക്ഷേ ശത്രുക്കളുടെ ശല്യം, അതിന്റെ പേരിൽ ഒരുപാട് ഞാൻ നേരിടേണ്ടി വന്നു, സഹിക്കേണ്ടി വന്നു. പക്ഷേ ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുമെന്നറിയില്ല. ഞാനതാ ക്ഷീണിതനാണ്. റബ്ബേ, നിന്റെ ഭൂമി വിശാലമാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതിപ്പോൾ കുടുസായി പോയി, എനിക്കതിപ്പോൾ ഇടുങ്ങിപ്പോയി. അതുകൊണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത് ഒന്ന് മാത്രമാണ്. ഫഖ്ബിദ്നി ഇലൈക, റബ്ബേ, എന്നെ നീ വേഗം ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയിക്കോ. ഇനി എനിക്ക് ഈ ഭൂമിയിൽ നിൽക്കണ്ട. കുറെ സഹിച്ചില്ലേ റബ്ബേ, ഇനി എന്ത് സഹിക്കാനാണ്? അതുകൊണ്ട് എന്റെ റൂഹങ്ങ് പിടിക്കണേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഓ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ഓ ഈമാനുള്ള കൗമാരപ്രായമുള്ള മക്കളെ, ആരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? അതേ അസ്ഹഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ പ്രാമാണികമായ ഗ്രന്ഥം അത് ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരിയാണ്. ഇപ്പൊ അതൊന്നും പറയാൻ നേരല്ല, ഞാൻ ചുരുക്കുകയാണ്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ദുആർക്കാണ്, എന്റെ റൂഹ് പിടിക്കണേ. ആ ദുആ അങ്ങ് കഴിഞ്ഞതേയുള്ളൂ. ചരിത്രത്തിൽ കാണാം, ഒരു മാസക്കാലം പൂർത്തിയാകുന്നതിന് മുമ്പ് ബുഖാരി ഇമാം ലോകത്തോട് വിട പറഞ്ഞു പോയി. നോക്കൂ നിങ്ങള്, അവരെല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ചു. അങ്ങനെയാണ് സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് കുറേ അങ്ങ് പ്രവർത്തിച്ചു. പ്രവർത്തിച്ചപ്പോ ചില ആളുകൾക്കായില്ല. ആവാതായപ്പോ ഞാൻ ഉപ്പാടെ പറഞ്ഞത് സിഹറാക്കി. ഞാൻ വെറുതെ പറയാൻ, ചരിത്രത്തിലുണ്ട്.
ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് നവറല്ലാഹു മർഖദ, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, മഹാനവരുകൾ ഖാജാ തങ്ങളെ കുറിച്ച് എഴുതിയ മൗലിദിന്റെ കിതാബിൽ ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ട്. സിഹിർ ചെയ്തപ്പോ വലിയ സിഹിറുകാരനെ കൊണ്ടുവന്ന ഉള്ളതിൽ വെച്ച് ടോപ്പ്. കാരണം ഇനി ഖാജാ തങ്ങൾ എണീറ്റ് നടക്കാൻ പാടില്ല, ഇനി ദീന് പ്രചരിപ്പിക്കാൻ പാടില്ല, സുന്നത്ത് ജമാഅത്ത് പ്രചരിപ്പിക്കാൻ പാടില്ല. ഖാജാ തങ്ങൾ എന്ത് ചെയ്തെന്നറിയാം? ആള് ഖാജാ തങ്ങളല്ലേ, സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി നിലത്തുനിന്ന് ഒരു പിടി മണ്ണെടുത്ത്, നിലത്തുനിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് വഖറഅ അലൈഹി ആയത്തുൽ കുർസി, അതിന്റെ ആയത്തുൽ കുർസി ഓതി. ആയത്തുൽ കുർസി ഭയങ്കര പവർഫുൾ ആണ്. ആയത്തുൽ കുർസി നമുക്കറിയില്ല. ആയത്തുൽ കുർസി അതന്നെ അറിയാൻ ഞങ്ങൾക്കെല്ലാം അറിയുന്ന, ഓതുന്നില്ല മാത്രം. അതന്നെ സിഹിർ ബേ തട്ടുന്നേ. ഞങ്ങ ആയത്തുൽ കുർസി ഓതുന്നപ്പോ സിഹിർ തട്ടിയ, പിന്നെ സിഹിർ തട്ടിയപ്പോ തങ്ങളുടെ അടുത്ത് പോയി തങ്ങ പറഞ്ഞ് ആയത്തുൽ കുർസി ഓതിട്ട് മന്ത്രിക്കണോ. അപ്പൊ ഓതുന്നു. ഞാൻ ആദ്യം ആയത്തുൽ കുർസി ഓതാ, സിഹിർ തട്ടാതിരിക്കാൻ എന്നും ഒരു ആയത്തുൽ കുർസി ഓതിക്കോ, എന്നും ഒരു ആയത്തുൽ കുർസി. ഖാജാ തങ്ങളെ നിലത്തുനിന്ന് മണ്ണെടുത്തു, ഒരു പിടി മണ്ണെടുത്തു. വഖറഅ അലൈഹി ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി ഓതി. എന്നിട്ട് ഈ സിഹിർ ചെയ്യാൻ വേണ്ടി വന്നവർക്ക് അങ്ങോട്ട് വലിച്ചേരും, സിഹിറാക്കാൻ അല്ലാ. അവിടുന്ന് പിന്നെ ഓർക്ക് അനങ്ങാൻ പറ്റിയില്ല. പിന്നെ അങ്ങ് പന്തുക ഇല്ല, ചലിക്കുക ഇല്ല, പന്തുക ഇല്ല, അനങ്ങുക ഇല്ല. പിന്നെ ആളുകളെ വീണ്ടും മാറ്റി കൊണ്ടുവന്ന് സിഹിർ ചെയ്യാൻ ഖാജാ തങ്ങൾ ശിഷ്യന്മാരോട് ഒരൊറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, ലാ തഖാഫൂ, നിങ്ങ പേടിക്കണ്ടല ബാവാ. നിങ്ങ എന്തിക്ക് ബാവാ പേടിക്കിടോ? നിങ്ങ പേടിക്കണ്ട ബാവാ, നാണുല്ലല്ലേ നിങ്ങോ, നാണിക്കുമ്പോ നിങ്ങ എന്തിക്ക് പേടിക്കിടോ? ലാ തഖാഫൂ, ആര് സിഹറാക്കുക വന്നെങ്കും നിങ്ങ പേടിക്കണ്ട. പിന്നമാ എന്താണ് പറഞ്ഞത്? ഇന്നല്ലാഹ മഅനാ, ഞങ്ങളൊട്ടിಗೆ അല്ല ഇക്കുമ്പോ നിങ്ങ എന്തികളപ്പ പേടിക്കണോ? ഞങ്ങളൊട്ടിಗೆ അല്ല ഉണ്ടല്ലേ, ആ റബ്ബ് ഞങ്ങളൊട്ടിക്കുമ്പോ നിങ്ങ എന്തിക്ക് പേടിക്കണോ? ശിഷ്യന്മാരോട് ഖാജാ തങ്ങള് പറയാണ്. അതുകൊണ്ട് സിഹിർ ചെയ്തവൻ, എന്നിട്ട് ഖാജാ തങ്ങൾ ഒരു വാക്ക് പറയാണ്, വലൻ യുഫ്ലിഹ സാഹിറു ഫീമാ അതാ, ഈ സിഹിറാക്കിയ ഉള്ളാരല്ലേ, ഒരു എന്തിന് സിഹിറാക്കിയതാ അഭിഷേകത്തിൽ ഒരു ജയിക്കൂല, അവർ ഒരിക്കലും ജയിക്കൂല, അവരെ പരാജയപ്പെടുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങ പേടിക്കണ്ട, നിങ്ങ അതിന്റെ പേരിൽ തളർന്നു പോകണ്ട. ചരിത്രം പറയാനുണ്ടെങ്കിൽ ഒരുപാട് ചരിത്രം. ലാസ്റ്റ് സിഹിറാക്കിയ വലിയ മൂപ്പല്ലേ, സിഹിറാക്കിയ വലിയ ആള്, അയാൾ തന്നെ ഖാജാ തങ്ങളുടെ അരികിലേക്ക് വന്ന് അല്ല, കാരണം ഒന്നിച്ച് വന്ന സിഹിറിനെ സപ്പോർട്ടാക്കാൻ വന്ന ഓരല്ലോ ഇയാളെ പറഞ്ഞു, ഇങ്ങ എന്ത് സിഹിറാക്കിയത്? സിഹിറല്ല ഇത്, എന്തും ഫലിച്ചിട്ടേ ഇല്ല. അജ്മീർ ഖാജാ തങ്ങൾക്ക് ഫലിച്ചിട്ടേ ഇല്ല, ഒക്കെ ഫലിച്ചിട്ടില്ല. എന്നിട്ട് എല്ലാരും ഇയാളെ മേലെ കുതിര കയറി, ഇയാൾക്ക് കല്ല് വലിച്ചെറിയാൻ തുടങ്ങി. അപ്പൊ ഇയാളും വന്ന് പരിഹാരത്തിന് ആരടുത്തേക്ക് ഖാജാ തങ്ങൾക്ക് സിഹിറാക്കാൻ വന്ന മുന്നിൽ നിന്ന ആള് അയാൾ തന്നെ വന്ന് പരിഹാരം തേടാൻ ഇലാ ഹളറത്തി സുൽത്താനിൽ ഹിന്ദ് ഗരീബ് നവാസ് അതാഇർ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അവിടേക്ക് വാ. ഓ ഇങ്ങനെ നോക്കുന്ന ബോക്സ് പൊട്ടിപ്പോന്ന എന്താന്നില്ല, ബേജാറാവണ്ട. ബോക്സ് ഗട്ടിയുള്ളത് കൊണ്ട് തന്നെ നീ ഒച്ച വെക്കുന്ന, അല്ലെങ്കിൽ ഒച്ച വെക്കൂല. നാളെ രാത്രി ബേക്കൂറിൽ വാത് പറയണം, മറ്റന്നാളെ രാത്രി ദുബായിൽ വാത് പറയണം. അങ്ങനെയാണ് വാതിന്റെ ഷെഡ്യൂൾ. അതിന്റെ പിറ്റേന്ന് പൊയ്യത്തെ വെയിലിന് വാത് പറയണം. അപ്പൊ എന്നും രാത്രി വാത് പറയുമ്പോൾ കുറച്ച് സൗണ്ട് നോക്കും. മൈക്ക് ഗട്ടി ഉള്ളത് കൊണ്ടാണ് കുറച്ച് ഒച്ച വെക്കുന്നത്. നല്ല സൗണ്ടാണ്. അല്ലാഹു ബർക്കത്ത്. നിങ്ങൾ എന്താ ആമീൻ പറയാത്ത? നിങ്ങൾക്ക് അതിന്റെ മഹത്വം അറിയുന്നില്ലല്ലേ? അത് ചൊല്ലുന്ന ഞങ്ങൾക്ക് അതിന്റെ മഹത്വം അറിയുന്നു. മൈക്കന്റെ അല്ലാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ലാസ്റ്റ് ഇയാളും ഖാജാ തങ്ങളുടെ അടുത്തേക്ക് തന്നെ വന്നല്ലേ, നക്കിങ്ങനല്ല അതിനത്തിൽ പരിഹാരം തരണോ?
ഖാജാ തങ്ങള് സുബ്ഹാന ജല്ല ജലാലു ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് അങ്ങ് കുടിച്ചതാ. ആ വെള്ളം കുടിച്ചു. ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. ചരിത്രം കുറെ നീട്ടി പറയാനുണ്ട്. ഇപ്പൊ അതിലേക്കൊന്നും കടക്കണില്ല.